ഹലോ വ്യൂവേഴ്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഈ ടേസ്റ്റിൽ കാണിക്കാൻ പോകുന്നത് ഒരു പ്രത്യേകിച്ചൊരു ഡിഷോ അതല്ലെങ്കിൽ റെസിപ്പിയോ ഒന്നും അല്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ബസ്മതി റൈസ് കുക്ക് ചെയ്തിട്ട് എടുക്കുക എന്നുള്ളതാണ് ഞാനിന്ന് കാണിക്കുന്നത്. പ്രത്യേകിച്ചും ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ കുക്കിങ്ങിനെ കുറിച്ചൊക്കെ ഒരുപാട് അറിയുന്നവരും അങ്ങനെയുള്ളവരൊന്നും വീഡിയോ കാണാനേ നിൽക്കണ്ട. അവർക്കൊക്കെ എന്തായാലും അത് ബോറടിക്കുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും അറിയാത്തവർ ഈ വീഡിയോ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ താഴെ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ കാണുന്നില്ലേ, അത് പ്രസ് ചെയ്തിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു കുഞ്ഞു ബെല്ലൈക്കണൂടെ വന്ന് കിടക്കുന്നുണ്ടാവും, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അങ്ങനെ അത് പ്രസ് ചെയ്യുമ്പം നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് കാണുന്നുണ്ടാവും. അതിലേറ്റവും ടോപ്പിൽ കാണുന്ന ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ അതുകൂടെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ബസ്മതി റൈസ് നമ്മുടെ ബിരിയാണിയിലേക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഫ്രൈഡ് റൈസ്, പുലാവ് എന്നുള്ള ഈ ഒരു ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ബസ്മതി റൈസ് കുക്ക് ചെയ്തിട്ട് എടുക്കാം, ഏറ്റവും എളുപ്പത്തിൽ ഫ്ലോപ്പ് ആവാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ കാണിക്കുന്നത്. നമുക്ക് 2-3 രീതിയിൽ ചെയ്യാം, പക്ഷേ എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയാണിത്. അപ്പോൾ ആദ്യം നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം തന്നെ തിളപ്പിക്കാൻ വെക്കാം. ഞാനിവിടെ 4 കപ്പ് ബസ്മതി റൈസാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ 1 കപ്പ് റൈസിന് ഒരു 2-2.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഇത്രയും വെള്ളം എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ചെയ്യുമ്പം 1 കപ്പിന് ഒരു 2.5 കപ്പ് വെള്ളം തന്നെ എടുക്കേണ്ടി വരും. ഇനി നമുക്ക് അടുത്തത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോഴാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഒരു വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പം ഇതിനകത്ത് ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഉപ്പ് കൂടുതലാണെന്ന് പറയില്ലേ, ആ ഒരു രീതിയിൽ ഉപ്പ് മുന്നിട്ട് നിൽക്കണം. എങ്കിൽ മാത്രമേ നമ്മളിതിൽ റൈസ് ചേർത്തിയിട്ട് അത് കുക്ക് ചെയ്തിട്ട് എടുത്ത് ഊറ്റിയെടുക്കുമ്പം നമ്മുടെ ചോറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം, ഒരുപാട് നല്ല ഒരിത്തിരി മുന്നിട്ട് നിൽക്കണം. ഇനി നമ്മൾ ഈ വെള്ളത്തിലേക്ക് ചേർക്കാൻ പോകുന്നത് ഓയിലാണ്, അതായത് സൺഫ്ലവർ ഓയിൽ. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പം 1 കപ്പ് ഒക്കെയുള്ളൂ കുക്ക് ചെയ്യുന്നത് എങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചാൽ മതിയാകും. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് നാരങ്ങാനീരും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ നാരങ്ങാനീരോ അതല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചോറ് നമ്മൾ കുക്ക് ചെയ്തിട്ട് വരുമ്പം അത് ഒട്ടിപ്പിടിക്കാതെ നല്ല സെപ്പറേറ്റ് ആയിട്ട് ഓരോ അരിയും തമ്മിൽ നല്ല സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിലോ അതല്ലെങ്കിൽ നാരങ്ങയുടെ നീരോ ഒഴിച്ചു കൊടുക്കുന്നത്. നാരങ്ങ നീരാണ് നിങ്ങൾ ഒഴിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ റൈസ് നല്ല പ്യുവർ വൈറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ ചെയ്യുമ്പം നാരങ്ങ നീര് ഒഴിക്കുന്നതാണ് കൂടുതൽ ബെറ്റർ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ 2 ഓപ്ഷനിൽ ഏതിലൊന്ന് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പം ഇതിലേക്ക് റൈസ് ചേർക്കണം. അപ്പോൾ ഇനി നമുക്ക് റൈസിനെ കുറിച്ച് പറയാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 കപ്പ് ബസ്മതി റൈസ് ആണ്. ഇതിപ്പോൾ ഞാൻ ആദ്യമേ തന്നെ 2-3 തവണ വാഷ് ചെയ്തതിന് ശേഷം 30 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ നമ്മൾ റൈസ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റൈസ് നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, നമ്മളിപ്പം കുതിർത്ത് വെക്കാതെ ഒരു അരി കൊണ്ടുപോയി കുക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എളുപ്പത്തിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ഈ ഒരു അരിക്കകത്തുള്ള സ്റ്റാർച്ചൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുമ്പം ഒട്ടിപ്പിടിക്കാനുള്ളൊരു ടെൻഡൻസി അത് കുറഞ്ഞു കിട്ടും. ഇനി നമുക്കിത് ചൂടായിട്ടുള്ള ഈ വെള്ളത്തിലേക്ക് ചേർക്കാം, അതല്ലെങ്കിൽ തിളച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വീണ്ടും വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കുക, ഉപ്പ് ഒരിത്തിരി മുന്നിട്ട് നിൽക്കുന്നില്ല എന്നുള്ളത് വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ഇത് സോക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഒരു അരി കഴുകിയെടുത്തതിന് ശേഷം മാത്രമേ വെള്ളത്തിൽ കുതിർത്ത് വെക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ അരി കുതിർത്ത് വെക്കുമ്പം അരി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. അങ്ങനെ ആകുമ്പോൾ നമ്മളത് പിന്നെ കൊണ്ടുപോയിട്ട് കഴുകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അരി തമ്മിൽ പൊട്ടി പോകും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് റൈസ് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 2-3 തവണ വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കാൻ പാടുള്ളൂ. ശേഷം നമ്മൾ ആ വെള്ളത്തിൽ നിന്നും ഒരു 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ അതിൽ നിന്നും ഊറ്റിയെടുത്തിട്ട് വെക്കണം. അതിൽ തന്നെ വെച്ചിട്ട് 1 മണിക്കൂറൊന്നും വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഒരു 20 മുതൽ ഒരു 30 മിനിറ്റ് വരെ വെച്ചിരുന്നാൽ മതിയാകും. ഇനി നമുക്ക് ഈ ഒരു റൈസ് കുക്ക് ചെയ്തെടുക്കുന്നതിൻ്റെ പരുവം എങ്ങനെയെന്ന് നോക്കാം. നിങ്ങളൊരു ബിരിയാണിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റൈസ് കുക്ക് ചെയ്തെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വെള്ളത്തിലേക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അതായത് ഏലക്ക, ഗ്രാമ്പൂ, പട്ട എന്നിവ ചേർത്ത് കൊടുക്കാം, ബേ ലീഫ് എന്നിവ ചേർത്ത് കൊടുക്കാം. അതല്ല നിങ്ങളൊരു ഫ്രൈഡ് റൈസോ അതല്ലെങ്കിൽ ഒരു പുലാവ് രീതിയിലോ അതല്ലെങ്കിൽ ഒരു അറബിക് റൈസൊക്കെയാണ് ചെയ്യാൻ നിങ്ങൾക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ഹോൾ സ്പൈസസ് ഒന്നും ചേർക്കേണ്ടതില്ല. നമ്മൾ പിന്നെയാണ് അതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ബിരിയാണിക്ക് ചെയ്യുമ്പം ഈ ഒരു റൈസ് ഒരു 75%
50% കുക്കാവുമ്പോൾ നമുക്കിതിൽ നിന്നും ഊറ്റിയെടുക്കാം. നമ്മൾ ഈ ഒരു വെള്ളത്തിൽ അരി ചേർത്തതിന് ശേഷം ഒരു 4-5 മിനിറ്റിന് ശേഷം കുറച്ച് റൈസ് എടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്യുക. ഇതുപോലെ 2-3 അരി എടുത്തിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പം അത് പെട്ടെന്ന് പ്രസ്സായി പോകുന്നില്ല, ചെറുതായിട്ടൊരു ഹാർഡ്നെസ് ഉണ്ട് എങ്കിൽ നമ്മുടെ റൈസ് കറക്റ്റായിട്ട് കുക്കായിട്ടില്ല. പക്ഷേ എങ്കിൽ നിങ്ങൾ ബിരിയാണിയിലേക്കാണ് നിങ്ങളിത് ദം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഈ വെള്ളത്തിൽ നിന്നും റൈസ് ഊറ്റിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു പുലാവിലേക്കാണ്, അതുകൊണ്ട് തന്നെ ഞാനിത് വീണ്ടും കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു 3-4 മിനിറ്റിന് ശേഷം നോക്കാം. അപ്പോൾ ടോട്ടലായിട്ട് ഒരു 8-10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് റൈസ് കറക്റ്റായിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 4 മിനിറ്റിന് ശേഷം വീണ്ടും ഈ ഒരു റൈസ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് കാണിക്കാം. ഇതുപോലെ നമ്മൾ കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നോക്കുക. അങ്ങനെ പ്രസ് ചെയ്യുമ്പം പെട്ടെന്ന് പ്രസ്സായി പോകുന്നുണ്ട്, നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടാണ് ആ റൈസ് ഇരിക്കുന്നത് എങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ ബസ്മതി റൈസ് കുക്കായിട്ടുണ്ടാകും. ആ ഒരു സമയം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഉടനെ തന്നെ ഈ വെള്ളത്തിൽ നിന്നും ഇത് ഊറ്റിയെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വീണ്ടും വെള്ളത്തിൽ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നിങ്ങൾ ഇത് ഊറ്റിയെടുക്കുന്ന പാത്രം കുറച്ച് കൂടുതൽ റൈസ് ഉണ്ടെങ്കിൽ കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ നിങ്ങളിത് ഊറ്റിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ചെറിയ പാത്രത്തിൽ എടുക്കുമ്പം ആ ചൂടിൽ കിടന്നിട്ട് ആ ഒരു എന്താ പറയുക കുറച്ചും കൂടി നമ്മൾ ചെറിയ പാത്രത്തിൽ എല്ലാം കൂടി ഇടുമ്പോൾ നന്നായിട്ട് ദമ്മായിട്ട് നിൽക്കുമല്ലോ, ആ ഒരു സമയം വീണ്ടും നമ്മുടെ റൈസ് കുക്കാവും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു വലിയ പാത്രത്തിൽ തന്നെ ഊറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഊറ്റിയെടുത്തിട്ടുണ്ട്. കാരണം എല്ലാം തന്നെ നല്ല സെപ്പറേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്, ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ സ്റ്റിക്ക് ആവാണ്ട് നന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ഓരോ അരിയും ഇരിക്കുന്നത്. ഇനി നിങ്ങൾ ചെറിയൊരു പാത്രത്തിൽ, അതായത് ഇപ്പം കുറച്ച് ചെറിയ പാത്രത്തിൽ കുറച്ചധികം ചോറാണ് നിങ്ങൾ ഊറ്റിയെടുത്തത് എങ്കിൽ അതിൻ്റെ ചൂട് നമുക്ക് പെട്ടെന്നൊന്ന് കുറച്ച് കൊടുക്കണം. അതല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ ഒരു ദമ്മിൽ കിടന്നിട്ട് വീണ്ടും എന്താ പറയുക നമ്മുടെ റൈസ് കുക്കായിട്ട് പോവും. അപ്പോൾ അത് ചൂട് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2-3 കാര്യങ്ങൾ ചെയ്യാം. ഒന്നാമത്തേത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ 1 കപ്പ് നമ്മുടെ നോർമലായിട്ടുള്ള വെള്ളം, അതായത് സാധാ പച്ചവെള്ളം ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി ഒഴിക്കരുത്, നമ്മുടെ ചോറിലെ ഉപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്ന് കുറഞ്ഞു വരും. അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു ചോറിൻ്റെ ചൂടൊന്ന് കുറക്കാൻ പറ്റും. അതല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷന്, ഈ ചോറ് നമ്മൾ ഊറ്റിയെടുത്തതിന് ശേഷം ഒരു വൈറ്റ് കോട്ടൺ ക്ലോത്തിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വെക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ചോറിൻ്റെ ചൂട് കുറച്ചിട്ട് എടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് പ്രത്യേകിച്ചും ഫ്രൈഡ് റൈസ് ചെയ്യുമ്പോഴാണ്. പെർഫെക്റ്റ് ആയിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കുമ്പം നമ്മളത് പെട്ടെന്ന് അതിൻ്റെ ചൂടൊന്ന് കുറച്ച് കൊടുക്കണം. ആ ഒരു നമ്മുടെ വെജിറ്റബിൾസ് കൂടെ ആയിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്കത് ചൂട് പോയതിന് ശേഷം മിക്സ് ചെയ്യുമ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പം ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഊറ്റിയെടുക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ബസ്മതി റൈസ് കുക്ക് ചെയ്യുമ്പം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബസ്മതി റൈസ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പം ഞാൻ സാധാരണ മലബാർ ബിരിയാണിയൊക്കെ ചെയ്യുന്ന സമയത്ത് ബസ്മതി റൈസ് അല്ല യൂസ് ചെയ്യാറ്, കൈമ റൈസ് അതല്ലെങ്കിൽ ജീരകശാല റൈസൊക്കെയാണ്. ആ ഒരു റൈസാണെങ്കിൽ നമുക്ക് സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, സോക്ക് ചെയ്യാതെ തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ നമുക്ക് മറ്റ് 2 രീതിയിൽ കൂടെ ഈ ഒരു റൈസ് നമുക്ക് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഞാൻ ഇപ്പോൾ കൂടുതൽ വെള്ളത്തിൽ നിന്നും നമ്മൾ ഊറ്റിയെടുത്തിട്ട് റൈസിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് കുറക്കുന്ന രീതിയാണ് കാണിച്ചിട്ടുള്ളത്. ഇതല്ലാതെ നമുക്ക് വറ്റിച്ചെടുക്കുന്ന രീതിയുണ്ട്. ഇൻഷാ അല്ലാഹ് കുക്കറിൽ എങ്ങനെയാണ് ബസ്മതി റൈസ് കുക്ക് ചെയ്തിട്ട് എടുക്കുക എന്നുള്ളത് ഞാൻ മറ്റൊരു എപ്പിസോഡിൽ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഒരുപാട് കുക്കിങ്ങിനെ കുറിച്ച് അറിയുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ബോറടിക്കുന്നതായിരിക്കും. പക്ഷേ എങ്കിൽ ബിഗിനേഴ്സിന് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും. അപ്പോൾ അങ്ങനെ കാണുന്ന ബിഗിനേഴ്സ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണോ അത് കമൻറ്റിൽ വന്നിട്ട് പറയാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇനി വീണ്ടും നല്ല റെസിപ്പിയോ അതല്ലെങ്കിൽ ഇതുപോലെ ബേസിക് ആയിട്ടുള്ള ടിപ്സോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.